ആസ് എ 2025 ബ്രൈഡ് എൻ്റെ പ്രീ ബ്രൈഡൽ റുട്ടീൻസ് ആയിട്ടുള്ള സ്കിൻ കെയർ, ഹെയർ കെയർ, ഡയറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് ഒത്തിരി മുന്നേ തന്നെ ഞാൻ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് നേരെ പോയിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. ബോഡിയിൽ വിറ്റമിൻ D3, തൈറോയിഡ്, ഇൻഫ്ലമേഷൻ ലെവലൊക്കെ കൂടിയും കുറഞ്ഞാണ് നിൽക്കണമെങ്കിൽ നമ്മൾ എത്ര തന്നെ ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടും ഇൻറ്റൻസീവ് ഡയറ്റിംഗ് എടുത്തിട്ടും ഒന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. ഹെയർ ഫോൾ ഉണ്ടാവുക, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക ഒക്കെ ഇത് കാരണമായിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യാം. ഞാനും ഒത്തിരി കാലങ്ങളായിട്ട് വെയിറ്റ് ഗെയിനും ഹെയർ ലോസും ഒക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോഴാണ് വിറ്റമിൻ D3 ഇൻസഫീഷ്യൻ്റ് ആയിരുന്നു, കാൽഷ്യവും വളരെ കുറവായിരുന്നു. ഡോക്ടറിനെ കണ്ട് നേരെ പ്രിസ്ക്രൈബ്ഡ് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് വെയിൽ കൊള്ളാനും തുടങ്ങി. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളായിട്ടുള്ള ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക ബോഡി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒത്തിരി കഴിക്കുക എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. ഇതുകൂടാണ്ട് മിക്ക ദിവസവും ഒരു കപ്പ് തൈര് കൂടെ കഴിക്കാൻ നോക്കും. തൈര് ഒരു പ്രോബയോട്ടിക് ഫുഡാണ്, അതുകൊണ്ട് തന്നെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്ഥിരം കേട്ട് മടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഈ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഹീൽ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറമേ വരുത്തേണ്ട ബ്യൂട്ടിഫിക്കേഷൻ്റെ കോസ്റ്റും ടൈമും നമുക്ക് സേവ് ചെയ്യാം. സോ ദിസ് ഇസ് എപ്പിസോഡ് 2 ഓഫ് ഗെറ്റിംഗ് റെഡി ടു ബി എ കല്യാണ പെണ്ണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ എപ്പിസോഡ്സ്.